ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ വെബിൽ നിന്ന് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നമുക്കൊരു പെർട്ടിക്കുലർ ഡേറ്റ അല്ലെങ്കിൽ ടേബിൾ MS എക്സലിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ടേബിൾ, ഒരു ഡേറ്റ ആണ്. നമുക്ക് കൊറോണ വൈറസ് എഫക്റ്റ് ചെയ്തിരിക്കുന്ന കൺട്രീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. വേൾഡിൽ ഏതൊക്കെ കൺട്രികൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ കേസസ്, ന്യൂ കേസസ്, ടോട്ടൽ ഡെത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ഇത് ലൈവ് അപ്ഡേഷൻ ആണ്. ഈ സൈക്കിള് എന്ന് വെച്ചാൽ നമ്പേഴ്സ് തനിയെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ MS എക്സലിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്. ഒന്നുകിൽ നമുക്കിത് ഈ ടേബിൾ ഫുള്ള് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ MS എക്സലിൻ്റെ സ്പ്രെഡ്ഷീറ്റിൽ പേസ്റ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ വെബ്സൈറ്റിലും ഒരുപോലെ ആയിരിക്കത്തില്ല ഡേറ്റ അറേഞ്ച്മെൻറ്റ് വന്നേക്കുന്നത്. നമുക്ക് ചിലപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരാം. ഡേറ്റ ഓർഗനൈസ്ഡ് ആവാനുള്ള ചാൻസ് ഇല്ല. മാത്രമല്ല, ഇത് ലൈവ് അപ്ഡേഷൻ ആണെങ്കിൽ നമുക്ക് സ്പ്രെഡ്ഷീറ്റിൽ പോയി മാനുവലി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അതൊന്നുമല്ലാതെ ഇവിടുത്തെ അപ്ഡേഷൻസ് എങ്ങനെ കറക്റ്റായിട്ട് MS എക്സലിൽ ഇമ്പോർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിനുവേണ്ടി MS എക്സലിൽ ഒരു പുതിയ സ്പ്രെഡ്ഷീറ്റ് എടുക്കുക. അതിന് ഡേറ്റ ടാബിൽ ഫ്രം വെബ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രം വെബ് എന്നുള്ളൊരു ഡയലോഗ് ബോക്സ് വരും. അതിൻ്റെ ബേസിക് ഓപ്ഷനിൽ URL എന്നുള്ളൊരു ഇൻപുട്ട് ബോക്സ് ഉണ്ട്. അവിടെ നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്ന വെബ്സൈറ്റിൻ്റെ URL പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഫ്രം വെബിൻ്റെ URL എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നാവിഗേറ്റർ എന്നൊരു ഓപ്ഷൻ കാണും. നാവിഗേറ്റർ ഡയലോഗ് ബോക്സ് വരുന്നത് നമുക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് ഏത് ടേബിളാണ് നമുക്ക് നമ്മുടെ സ്പ്രെഡ്ഷീറ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നാവിഗേറ്റർ ടാബ് വരുന്നത്. ഇതിലിപ്പോൾ ഡിസ്പ്ലേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ടേബിൾ 0 ആണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ടേബിൾ 0 ക്ലിക്ക് ചെയ്യുക. ടേബിൾ 0 ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ടേബിളിൻ്റെ പ്രിവ്യൂ ഇവിടെ വരുന്നതാണ്. നമുക്കിത് ഈ ഡേറ്റ് തന്നെയാണോ വരേണ്ടത് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ലോഡ് ക്ലിക്ക് ചെയ്യുക. ലോഡ് ചെയ്യുന്ന ഡേറ്റയുടെ ഡീറ്റെയിൽസ് ഇവിടെ ക്വയറീസ് ആൻഡ് കണക്ഷൻസിൽ കാണിക്കുന്നതായിരിക്കും. എത്ര റോസ് ആണ് ലോഡ് ചെയ്യുന്നതെന്ന് ഇവിടെ നമുക്ക് ഈ ബോക്സിൽ കാണാൻ സാധിക്കും. ഇപ്പം നമുക്ക് 231 റോസ് ആർ ലോഡഡ് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം വന്നു കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നമുക്ക് ഈ ഡേറ്റയിൽ അപ്ഡേഷൻ വേണമെങ്കിൽ ഇത് റിഫ്രഷ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റിഫ്രഷ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ടൊരു വെബ്സൈറ്റിൽ നിന്ന് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യുന്നത്.